നിങ്ങളുടെ വീട്ടിലേക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫാനുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതുപോലുള്ള ഒരു ഫാനാണ് ഇന്നിടെ ഇരിക്കുന്നത്. ഇതാണ് ആറ്റംബർഗിൻ്റെ റെനേസ പ്ലസ് എന്ന് പറയുന്ന ഒരു BLDC ഫാനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം നിങ്ങൾക്ക് 65% നോർമലായിട്ടുള്ള 1 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഫാനുകൾ ഉപയോഗിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 65% കറണ്ട് നിങ്ങൾക്ക് ഈ ഒരു BLDC ഫാനുകളിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ആറ്റംബർഗിൻ്റെ റെനേസ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മോഡല്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫാനിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. BLDC ഫാനുകളുടെ ലോകത്തേക്ക് ഒരു അമരക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ആറ്റംബർഗ് എന്ന് പറയുന്നത്. ആറ്റംബർഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ആറ്റംബർഗിൻ്റെ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന റെനേസ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. നോർമലി നമ്മളുടെ BLDC ഫാനുകൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ നമുക്ക് അറിയാൻ പറ്റും. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും BLDC ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഒരു കേസ് തന്നെയാണ് ഈ ഒരു ഫാനിലും. വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാനാണ് ഈ ഒരു റെനേസ പ്ലസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് വൈറ്റ് മോഡലാണ്. ഈ ഒരു ബോക്സിനകത്തൊന്നും ഇല്ല കേട്ടോ, ഓൾറെഡി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് BLDC ഫാൻ എന്ന് പറയുന്നത്, റെനേസ പ്ലസ് എന്ന് പറയുന്ന മോഡൽ. വൈറ്റ് കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ട് വളരെയധികം എലഗൻറ്റും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ളൊരു ഡിസൈനാണ്. കാണുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇതൊരു BLDC ഫാനാണെന്ന്. പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കുട്ടി സൈസാണ്. ഈ ഒരു കുട്ടി സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ഒറ്റയാൾക്ക് തന്നെ നിന്ന് കയറി നിന്ന് ഇടാനും ഒക്കെ വളരെയധികം എളുപ്പമായിട്ടുള്ളൊരു ഫാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇലക്ട്രീഷ്യൻ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്തും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈസി ആയിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ഫാനിന് ഈ വൈറ്റ് കളർ മാത്രമല്ല, വേറെയും 2 കളേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓക്ക് വുഡ് ആണ്, പിന്നെ സാൻഡ് ഗ്രേ ഉണ്ട്, പേൾ വൈറ്റ് ഉണ്ട്, മെറ്റാലിക് ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ എർത്ത് ബ്രൗണും ഏഗൻ ബ്ലൂ എന്ന് പറയുന്ന ഇങ്ങനത്തെ കളേഴ്സിലൊക്കെ ഈ ഫാൻ അവൈലബിൾ ആണ്. ഈ ഒരു ഫാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിഭാഗത്തായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു LED ഇൻഡിക്കേഷൻ നമുക്ക് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് എത്ര സ്പീഡിലാണ് എങ്ങനെയാണ് റൺ ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഈ കാണുന്ന ഫാനിൻ്റെ ഈ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് 4 സൈസുകളിൽ അവൈലബിൾ ആണ്. 600 mm തൊട്ട് 1400 mm വരെയുള്ള ഫാനുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 1200 mm ലീഫുള്ളൊരു ഫാനാണ് കേട്ടോ. ഈ ഒരു 65% എഫിഷ്യൻസിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗും ഇവിടെയായിട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, സാധാരണ ഒരു ഫാൻ റൺ ആവുന്നതിനേക്കാളും 3 മണിക്കൂർ കൂടുതൽ റൺ ആവും. ഏതിൽ ഇൻവെർട്ടറൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും. രാത്രി സമയത്തൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് ഫാന് ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഫാൻ കുറച്ച് നേരം ഓടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ആ പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാൻ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ സാധിക്കും. അല്ല, ലോ വോൾട്ടേജ് ഷോർട്ടേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാധാരണ ഫാനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാട്ടേജ് യൂസേജ് ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പെർഫോമൻസും ഡ്രോപ്പ് ആവും. പക്ഷേ ഇതിന് അത്രത്തോളം പവർ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ലോ വോൾട്ടേജിലും ഓടിക്കോളും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മറ്റേതെന്ന് പറയുന്നത് ലോ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലോ വാട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കറണ്ട് ബില്ല് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിനോടൊപ്പം കിട്ടുന്ന റിമോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റിമോട്ടിനകത്ത് 5 സ്റ്റെപ്പ് സ്പീഡ് കൺട്രോളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബൂസ്റ്റർ കൺട്രോളറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബൂസ്റ്റ് മോഡിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം കാറ്റ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അത്യാവശ്യം നോയ്സ്ലെസ് ആയിട്ടുള്ള ഒരു ഫാൻ തന്നെയാണ്. മറ്റ് ഫാനുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് BLDC ഫാനുകൾ കുറച്ചുകൂടെ നോയ്സ്ലെസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു പെർഫോമൻസിന് കാര്യമായിട്ടുള്ള ഡ്രോപ്പും ഉണ്ടാവാറില്ല. ആറ്റംബർഗ് റെനേസ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത് 3 വർഷത്തെ വാറൻറ്റിയാണ്. ഈ ഒരു വാറൻറ്റി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റും. കാര്യം ഇവരുടെ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ലെവലിലുണ്ട്. അപ്പോൾ ആറ്റംബർഗിൻ്റെ ഫാൻ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ വില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോഴായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വില അറിയാൻ സാധിക്കും. ഇതുപോലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റെനേസ പ്ലസിൻ്റെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. എനിക്ക് ഉറപ്പാണ് കുറേയധികം ആളുകളെങ്കിലും ഈ ഒരു മോഡൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.